മാതാവേ സ്തുതി. എൻ്റെ പേര് വിനിൽ രാജു. ഞാൻ പന്തളത്തിന് വരുന്നു. അടൂർ പന്തളം. ഞാൻ UAE അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം വെക്കേഷനിൽ വന്നതാണ്. എനിക്ക് എൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പറയാനായിട്ട്, അപ്പോൾ അതിനായിട്ട് വന്നത്. അപ്പം ആദ്യത്തെ ഓൺലൈൻ ഞാൻ ഉടമ്പടി എടുത്ത് 2022 ഡിസംബറിൽ. ആ സമയം ഞാൻ ഒക്ടോബർ 25 2022 ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ വൈഫ് സൗദിയിലായിരുന്നു. അപ്പം എനിക്ക് അവിടെ സൗദിയിലേക്ക് പോകാൻ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് അറ്റസ്റ്റേഷൻ കൊടുത്തു ഏജൻസിക്ക്. പക്ഷേ അവർ 14 ഡേയ്സാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത് സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചവൻ പറഞ്ഞു ഇനിയും സമയം വേണം. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം വെച്ചത്, എനിക്ക് ഒരു ടൈം വെച്ചു 30 ഡിസംബറിനകത്ത് എനിക്ക് എൻ്റെ അറ്റസ്റ്റേഷനും എൻ്റെ പാസ്പോർട്ടെല്ലാം തിരിച്ച് കിട്ടണമെന്ന്. അപ്പോൾ നിയോഗം വെച്ച് അതേ സമയം വിത്തിൻ 2 വീക്സ് എനിക്ക് എൻ്റെ പാസ്പോർട്ടും അറ്റസ്റ്റേഷനുമായിട്ട് എനിക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ എനിക്ക് ജനുവരി 2 എനിക്ക് തിരിച്ച് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒത്തു. ഞാൻ 2 ജനുവരി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു മാസം എല്ലാം കഴിഞ്ഞ് ഞാൻ സൗദിക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് പോയി. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത്തെ നിയോഗം എനിക്ക് വെച്ച്, രണ്ടാമത്തെ നിയോഗമല്ല, അത് ഡ്രൈവിംഗ് ലൈസൻസിനായിരുന്നു. 2020 ഞാൻ ഒരു വട്ടം ഡ്രൈവിംഗ് അബുദാബിയിൽ ചെയ്തു. അത് ഗോൾഡൻ ചാൻസ് ആയിരുന്നു. പക്ഷേ എന്തോ കാരണത്തിലാൽ അതെൻ്റെ ഫെയിലായിപ്പോയി, സക്സസ് ആയില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിലെല്ലാം പോയിട്ട് വന്നു, ജോലിക്കെല്ലാം കയറി. ഞാൻ ഡ്രൈവിംഗ് പിന്നെയും ടെസ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പം അതിനകത്ത് എനിക്കറിയത്തില്ലായിരുന്നു പാസ്സാവോ ഇല്ലയോന്ന്. ഒത്തിരിയും ക്ലാസ്സസ് എല്ലാം എടുത്തു. അറൗണ്ട് 2 ലക്ഷം രൂപ ഞാൻ അതിനകത്ത് ടെസ്റ്റിനെല്ലാം ഞാൻ ചെയ്തു പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു. അത് എക്സാമിന് പോയി. പക്ഷേ എക്സാമിന് പോയ ആ ദിവസം തന്നെ എൻ്റെ പപ്പയും മമ്മിയും ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനെ മുറുക്കി പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് കയറി, ടെസ്റ്റിനായിട്ട് കയറി. പക്ഷേ ഞാൻ അതിനകത്ത് കയറി, അതിനകത്ത് ഓടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചു, കുഴപ്പമില്ലാതെ ഓടിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവിടെ ഇൻസ്ട്രക്ടർ എളുപ്പം ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിറച്ച് പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഫുൾ എക്സലേറ്റർ കൊടുത്ത് ഞാൻ വണ്ടി ഓടിച്ചു. അപ്പോഴേ എനിക്കറിയാം ഞാൻ ഫെയിലാവുമായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ വിചാരിച്ചു 99% എൻ്റെ ഇതിൽ ഞാൻ ഫെയിലാവുമെന്ന്. പക്ഷേ എന്തുവാണെന്നറിയത്തില്ല, വിത്തിൻ ഹാഫ് അവർ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് വന്നു. കാശിരൂപം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കുമായിരുന്നു. അപ്പം കാശിരൂപം പിടിച്ചുകൊണ്ട് ഞാൻ അവരുടെ ഇൻസ്ട്രക്ടറിൻ്റെ അവിടുത്തെ ഒരു വണ്ടിയുണ്ട്, അതിനകത്ത് കയറി, ബസ്സിനകത്ത് കയറി ഇച്ചിരി കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാശിരൂപം പ്രാർത്ഥിച്ച് ഞാൻ ശക്തിൻ്റെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫിസ്റ്റുല ഫിഷർ. അതിൻ്റെ എനിക്ക് ഇരിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒക്കത്തില്ലായിരുന്നു. അപ്പം ഞാനവിടെ ഫിസ്റ്റുലയുടെ ഒത്തിരിയും ട്രീറ്റ്മെൻറ്റ് ഗുളികകളെല്ലാം കഴിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പുതിയ ജോലി കിട്ടി. അപ്പോൾ എനിക്ക് ഫിസ്റ്റുലയും ആ സമയത്ത് തന്നെ അതേ മാസം എനിക്ക് ഫിസ്റ്റുലയായി. അപ്പോൾ എനിക്ക് ജോലി രാജിവെക്കാനും പറ്റത്തില്ല, പക്ഷേ ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല. അപ്പം എന്തായാലും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അവരെനിക്ക് പെയിൻ കില്ലർ തന്നുകൊണ്ടിരുന്നു. അപ്പം പെയിൻ കില്ലർ ഞാൻ അറൗണ്ട് 5 to 6 months ഞാൻ പെയിൻ കില്ലർ കഴിച്ച് മുമ്പോട്ട് പോയി. പക്ഷേ എനിക്കത് ഒത്തിരിയും വേഴ്സ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫെബ്രുവരി 3 എൻ്റെ ലേസർ സർജറി ഞാൻ അവിടെ അബുദാബി തന്നെ NMCയിൽ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു. അപ്പം അവർ അനസ്തേഷ്യയെല്ലാം തന്ന് ലേസർ സർജറി ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇത് സക്സസ് ഇല്ല, ഇത് ഫിസ്റ്റുലയില്ല, ഇത് സൈനസ് എന്ന് പറഞ്ഞ എന്തോ അത് ഇനി അടുത്ത വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് ഡേ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എവറി 2 days നീ വന്നിട്ട് ഇത് ലേസർ സർജറി ചെയ്ത് അത് മൊത്തം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അത് അറൗണ്ട് 2 to 3 weeks ഞാനത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ
അത് ഫിഷർ പിന്നെയും എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു കാര്യത്തിൽ ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, എനിക്കിനി ഒക്കുന്നില്ല, ഇങ്ങനത്തെ ഇഷ്യൂവാണ്, ഞാൻ നാട്ടിൽ പോവുക, ഇന്ന് തന്നെ നാട്ടിൽ പോവാൻ എൻ്റെ ഒന്ന് ലീവ് സാങ്ഷൻ ആക്കണേന്ന് പറഞ്ഞു. അവരെൻ്റെ കാര്യം കേട്ടു. അപ്പം ഞാൻ അവിടുന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഇവിടെ 24 ഞാൻ നാട്ടിലെത്തി. 28 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കൃപാസന മാതാവമ്മയുടെ എന്നും പ്രാർത്ഥന ചെയ്ത്, എന്നും അതിനെ നിയോഗങ്ങൾ വെച്ചിട്ട് എല്ലാം പ്രശ്നത്തിൻ്റെ പ്രാർത്ഥന എല്ലാം ചെയ്ത് വേറെ ഒരു ഡോക്ടറെ, ഇവിടെ ആയുർവേദിക് ഡോക്ടറെ കാണിച്ചു. അവർ പറഞ്ഞു ഇത് എല്ലാം ക്യൂർ ആവും, പക്ഷേ ടൈം വേണം. പക്ഷേ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു ഓക്കെ. അപ്പം ഞാനത് ഓപ്പറേഷൻ ചെയ്തു. അത് 2 months ഞാൻ റെസ്റ്റ് ചെയ്ത്. പക്ഷേ എനിക്ക് തിരിച്ച് ജോലിക്ക് കയറണമെങ്കിൽ അവരെൻ്റെ അടുത്ത് 6 months റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 2 to 3 months ആയപ്പോൾ ഞാൻ തിരിച്ച് അബുദാബിക്ക് പോയി. അപ്പം പെയിൻ കില്ലർ പിന്നെയും തിരിച്ച് അവർ ആൻറ്റിബയോട്ടിക് തന്നിട്ട് അത് ഓക്കെ ആക്കി. അവർ പറഞ്ഞു ഇത് കഴിച്ച് നോക്ക്, ഇത് ഓക്കെ ആക്കി ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു. പ്രാർത്ഥനയോട് എല്ലാം ചെയ്ത് എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിച്ചു. എല്ലാ രാവിലെയും വൈകിട്ടും എണീച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അത് എൻ്റെ ഇപ്പം ക്യൂറായി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്ക് നിൽക്കാനോ ഒരു കാര്യത്തിനും നടക്കാനോ ഒരു കാര്യത്തിനും എനിക്കിപ്പം ഇഷ്യൂസ് ഇല്ല. അപ്പം തിരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് മൊത്തമായിട്ട് ക്ലിയർ ആയില്ല, പക്ഷേ എനിക്ക് ഇച്ചിരി ദിവസത്തോടെ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമയം തന്നെ എൻ്റെ എല്ലാം ഇപ്പം എനിക്കെല്ലാം ഓക്കെ ആയി. June 19 തൊട്ട് ഞാൻ പിന്നെയും തിരിച്ച് വർക്കിന് കയറി. പിന്നെ അവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു 2 മാസം ഞാനൊരു മിലിറ്ററി ക്യാമ്പിലാണ്. അത് ഇത്രയും 3 മാസം ഞാൻ ലീവ് എടുക്കണം. ഇത് അവിടെ 1 ദിവസം 2 ദിവസം ലീവ് എടുത്താൽ വർക്കിൽ എക്സ്ട്രാ ലീവ് എടുത്താൽ അവർ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ 3 to 4 months ലീവ് എടുത്തു. എന്നെ അവർ തിരിച്ച് കയറ്റിയിട്ട് പിന്നെ ഞാൻ ലീവ് ചോദിച്ചു 20 days. അവരെനിക്ക് പിന്നെ തിരിച്ച് ഒരു 20 days എനിക്ക് ലീവ് തന്നു. അതെല്ലാം ഇത് മാതാവിൻ്റെ ഒരു കൃപ, അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് എൻ്റെയോ ആരുടെയോ ഒരു കഴിവില്ല. എല്ലാവരും ഒരേ കാര്യം പറയും, വിനിൽ നീ ഒരു ലക്കി പേഴ്സണാണ്, എനിക്ക് അങ്ങനെ ഇത് സാധിക്കണം. ഞാൻ പറഞ്ഞത് എനിക്ക് സാധിക്കണില്ല, ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ കർത്താവിൻ്റെ ഒരു ഇതാണ്, അല്ലാതെ എൻ്റെ ഒരു ഇതുമില്ല. ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കാറുണ്ട്, ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കിതെല്ലാം നിയോഗങ്ങൾ വെക്കാറുണ്ട്. ഇങ്ങനെ എനിക്ക് ഇതിനുള്ള റിസൾട്ട് എല്ലാം എനിക്ക് കിട്ടാറുമുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് പറയും. അപ്പോൾ അവർ കേട്ടിട്ട് അവർക്കൊരു ആശ്ചര്യം. അവരെല്ലാം പാകിസ്ഥാനികളും ഫിലിപ്പൈൻസ് എല്ലാം. അപ്പോൾ അവർക്കൊരു വലിയ വിശ്വാസം, അവർക്ക് ഇതിനകത്തോടെ എത്ര വിശ്വാസം കാണത്തില്ല. അവർ ജസ്റ്റ് ചിരിച്ച് അവർ പോകും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഓഗസ്റ്റ് എല്ലാം ആയപ്പോഴത്തേക്കിന് ഞാനൊരു വേറൊരു ക്യാമ്പിലായിരുന്നു, മിലിറ്ററി ക്യാമ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മിലിറ്ററി ക്യാമ്പിൽ ഞങ്ങൾക്ക് പെൻ ഡ്രൈവോ മൊബൈൽ ക്യാമറ ഉള്ള ലാപ്ടോപ്സ് ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പ്രൊജക്റ്റിനൊന്നും ഞാൻ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങൾക്ക് അവരൊരു ഡ്രോവർ ഉണ്ടായിരുന്നു, അതിനകത്ത് വെക്കുമായിരുന്നു. സെക്കൻഡ് ഇതിനകത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവരെ കൊണ്ടുപോയിട്ട് അതുപോലെ ഞാനും കൊണ്ടുപോകുമായിരുന്നു. 1 മാസം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അവിടെ ഒരു ഹെലികോപ്റ്റർ പോയി. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു, അത് മൊബൈൽ എടുത്തിട്ട്. ഞാൻ വീട്ടിൽ പോകാമായിരുന്നു. അതിൻ്റെ റൂമിൽ പോകുന്ന മുമ്പേ ഒരു ഹെലികോപ്റ്റർ വന്നു, മിലിറ്ററി ഹെലികോപ്റ്റർ ആയിരുന്നു. അതിന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ ഇത് അവിടെ മൊബൈലേ കൊണ്ടുപോകാനുള്ള ഇതില്ലായിരുന്നു, ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊബൈൽ എടുത്തു, ഫോട്ടോ എടുത്തു. അതിനകത്ത് അവർ ക്യാമറയിൽ കണ്ടു. അവർ പിന്നെ ലാസ്റ്റിൽ എന്നെ ആൾക്കാർ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഓഫീസിൽ വന്ന് കാണാൻ പറഞ്ഞു, അവരുടെ ഓഫീസിൽ. പിന്നെ അവരുടെ ഓഫീസിൽ പോയി അവരെന്നെ ഇൻട്രോഗേഷനെല്ലാം ഒത്തിരിയും ചെയ്തു. ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ കയ്യിൽ മാല ഉണ്ടായിരുന്നു, പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. അവരെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെൻ്റെ മൊബൈലിനകത്ത് ഫോട്ടോ കണ്ടു. അത് വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ അറൗണ്ട് 10 വർഷമെങ്കിലും ഞാൻ ജയിലിൽ കിടക്കേണ്ടതാണ് അവിടെ UAE. അല്ലെങ്കിൽ ഒരു ജയിലിൽ കിടക്കണോ, അല്ലെങ്കിൽ ഡിപ്പോർട്ടേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഫസ്റ്റിൽ അവർ ജയിലിലാണ് ഇടുന്നത്. പക്ഷേ 2-3 മണിക്കൂർ അവരെ ഇൻട്രോഗേഷൻ എല്ലാം ചെയ്ത് തന്നെ അവിടെ ഓഫീസിനകത്ത് എല്ലാം ഇരുത്തി. അപ്പം ഞാൻ അപ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ അടുത്ത് എല്ലാം എക്സ്ക്യൂസ് എല്ലാം ചോദിച്ചു, ഞാൻ ഇനി ചെയ്യത്തില്ല, എടുക്കത്തില്ല. പക്ഷേ അവരൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഒരു 3 മണിക്കൂറല്ല എന്നെ ഇൻട്രോഗേഷൻ. വൈകിട്ട് 8 മണി 8:30 എല്ലാം ആയപ്പോഴത്തേക്കിന് പറഞ്ഞു, നീ വീട്ടിൽ പോ, നാളെ രാവിലെ 8 മണിയാകുമ്പോൾ തിരിച്ച് വരണം.
വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, നീ വന്നേ പറ്റൂ. അപ്പം 8 മണിയായപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോഴേ ഞാൻ അടുത്ത കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവളും പേടിച്ചിരിക്കുമായിരുന്നു, ഞാൻ ഇത്രയും നേരമായിട്ട് വരുന്നില്ല, എൻ്റെ കയ്യിൽ മൊബൈലെല്ലാം അവർ പിടിച്ചെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ച് പറയാനുള്ള ടൈം പോലും അവർ തരണില്ല. അപ്പം പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ വൈഫ് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഉടമ്പടി എടുക്കാം. അപ്പോൾ അവൾ തന്നെ എല്ലാം ഓപ്പണാക്കി ഉടമ്പടി എല്ലാം എടുത്തു. അപ്പോഴേ എടുത്ത് പ്രാർത്ഥിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇത് വലിയൊരു പ്രശ്നമാണ്, ഇനി ഞാൻ വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. വന്നില്ല എല്ലാം ഞാൻ അവളുടെ അടുത്ത് ഒത്തിരിയും കാര്യങ്ങൾ ബാക്കിയുള്ള എന്താ ചെയ്യേണ്ടത് ഇവരുടെ എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അവരുമായിട്ട് എന്നെ കാണാൻ പോയാലും അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മിലിറ്ററി ക്യാമ്പാണ്, അവർ ഡയറക്റ്റ് മിലിറ്ററി കോർട്ടായിരിക്കും, മിലിറ്ററി കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് മിലിറ്ററി ജയിലിലായിരിക്കും പോകുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും ഒന്നും അറിയത്തില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ ദിവസമായി. പിറ്റേ ദിവസം എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, വൈഫിൻ്റെ അടുത്തും പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. എൻ്റെ കസിനും പറഞ്ഞു, ഞാൻ ഒക്കെ ആരെങ്കിലും അടുത്ത് ചോദിക്കാൻ എന്താ ചെയ്യേണ്ട അടുത്ത കാര്യങ്ങൾ. പക്ഷേ ആളും ചോദിച്ചു, പക്ഷേ വന്നിട്ട് കാര്യമില്ലായിരുന്നു. 8 മണിയായപ്പം ഞാൻ എല്ലാം വൈഫിൻ്റെ അടുത്തെല്ലാം ഓക്കെ പറഞ്ഞു, ബായിനെല്ലാം പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മിലിറ്ററി ക്യാമ്പിൽ പോയി, മിലിറ്ററി ബേസിൽ പോയി. എന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. എൻ്റെ കയ്യിൽ ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു മുമ്പേ. ഒരു ഖത്തറിൽ ഒരു കൊച്ചിനെ ഒരു പെൺകുട്ടിയെ നേഴ്സായിരുന്നു, അതിന് എന്തോ ഇഷ്യൂസ് വന്നിട്ട് അവളെയും പിടിച്ചു വെച്ച്. അപ്പോൾ അവർക്ക് ഇത് പേപ്പറോ കാര്യങ്ങളൊന്നും ജയിലിൽ കൊടുത്തു വിടത്തില്ല. അപ്പോൾ എനിക്കും ഞാൻ കേട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അറിയാതെ എനിക്കും ഇതൊന്നും തന്നു വിടത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് കൊന്ത എൻ്റെ കഴുത്തേലിട്ടു, മറ്റേ ഇതെല്ലാം എൻ്റെ കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെന്നെ എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന് കണ്ടിട്ട് എന്നെ വന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു, നീ എന്തോ ചെയ്യുന്നത്. അവിടെ അറബിയിലാണ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഒത്തിരി ഞാൻ എന്തോ മനസ്സിലായി. കൊന്ത ചൊല്ലുന്നെ കൈ ഇങ്ങനെ അവർ കാണിച്ചു, കൊന്ത ചൊല്ലുന്നെ എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊന്ത എടുത്ത് ഞാൻ പോക്കറ്റിൽ വെച്ചു, കാശി രൂപ എടുത്ത് കയ്യിൽ മുറുക്കെ പിടിച്ച് പിന്നെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ 9:15 അവരെൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഒരു കാര്യം നീ നിൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ, അടുത്ത മിലിറ്ററി ബേസ് ഉണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, എൻ്റെ സൂപ്പർവൈസറിൻ്റെ വണ്ടിക്ക് അത് വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു 50% എനിക്ക് റിലീഫായി. എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളെ ഡയറക്റ്റ് അവർ CIDകൾ വരും, കൈ കെട്ടും, ഡയറക്റ്റ് ജയിലിൽ കൊണ്ടുപോകും. അല്ലാതെ അപ്പുറത്തൊന്നും അവർ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഡയറക്റ്റ് വരാനാണ് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു ഒരു 20 to 50% എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങാൻ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന കേട്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ച് ഞാൻ എൻ്റെ ഏരിയ മാനേജർ വന്ന ആ സമയത്ത് എന്നെ നോക്കാൻ, എൻ്റെ എന്തുവാ സിറ്റുവേഷൻ അറിയാനായിട്ട്. അപ്പോൾ ഏരിയ മാനേജറിൻ്റെ കൂടെ ഞാൻ അവിടുന്ന് ഞാൻ പോയി അടുത്ത മിലിറ്ററി ബേസിൽ പോയി. ഒരു 15 to 20 minutes ഉണ്ടായിരുന്നു അടുത്ത മിലിറ്ററി ബേസ്. അവിടെ പോയി ഇരുന്നു. അപ്പോഴത്തേക്കിന് എൻ്റെ PRO വന്നു. അവരുമായിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അവരെൻ്റെ അടുത്തെല്ലാം ചോദിച്ചു എന്തൊക്കെയാണ് നടന്നതിനെല്ലാം. ഞാനെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കൂടെ ആൾ 2 മണിക്കൂർ ഇരുന്നു. പിന്നെ മറ്റേ ഇവിടുത്തെ ഹയർ അതോറിറ്റി ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ PRO തിരിച്ചു പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു മണിക്കൂറോടെ ഒരു 11:30 ആയപ്പോഴത്തേക്കിന് ഹയർ അതോറിറ്റിയിലെ മിലിറ്ററി ഓഫീസർ വന്നു. ഒരു പേപ്പറുമായിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചത് എന്തോ ഇഷ്യൂസാ, ഇനി എന്തുവാന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ പേടിച്ചു പോയി. എൻ്റെ അടുത്ത് അകത്തോട്ട് വേറെ ഒരു റൂമിലോട്ട് വരാൻ പറഞ്ഞു. റൂമിൽ പോയി. അവിടെ പോയിട്ട് അവർ പറഞ്ഞു, ഇത് വാർണിംഗ് ലെറ്ററാണ്, പിന്നെ ഇപ്രാവശ്യം ഞാൻ വാർണിങ്ങോട് വിടുക.
ഇത് ഇനി അടുത്ത വട്ടം ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നടന്നത് ഞാൻ എൻ്റെ ഇതോ ആരുടെ ഇതോ ഉള്ളത് ഒരു മാതാവിൻ്റെ ഒരു കൃപാസന മാതാവിൻ്റെ ഒറ്റ കരുണയില്ല ഞാൻ ഇത് പുറത്ത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇവിടെ ഇന്ന് കാര്യം പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ എൻ്റെ ആരോ എന്നെ ഇനി ഇവിടെ കാണത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ അവർ ജയിലിൽ നിന്ന് വിട്ടാലും ചിലപ്പോൾ ഡിപ്പോർട്ടേഷൻ ആയിരിക്കും. തിരിച്ചെനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. പക്ഷേ മാതാവിൻ്റെ ഒറ്റ കരുണയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സാക്ഷ്യം പറയുന്നു. അപ്പോഴേ ഞാൻ അവിടെ വെച്ച് ഞാൻ ഓർത്തു, ഞാൻ എന്തുവായാലും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാനിപ്പം 28-ന് ഞാനിവിടെ ഇപ്പോൾ അബുദാബിയിൽ നിന്ന് വന്നിട്ട് ഞാനിപ്പം ഇന്ന് തന്നെ ഒരു 2 ദിവസമായി ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പറയാനായിട്ടായിരുന്നു. അപ്പോൾ ഞാനത് വന്നതാണ്. എല്ലാം മാതാവിൻ്റെ ഒരു കൃപ, മാതാവിൻ്റെ നന്ദി. ജീവിതത്തിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പേ ഞാൻ വലിയായിട്ട് പ്രെയർ ചെയ്തില്ലായിരുന്നു. അങ്ങനെ എപ്പോഴേലും ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ പപ്പയോ അമ്മയോ പറയുമ്പോൾ മാത്രം ജസ്റ്റ് അവിടെ വന്നൊന്നിരിക്കും, ബൈബിൾ വായിക്കും, ഞാൻ എണീച്ച് പോകും. അല്ലാതെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതിൻ്റെ അപ്പുറം ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. കൊച്ചുനാളിൽ പ്രാർത്ഥിക്കുക, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇതെല്ലാം നിർത്തി. പിന്നെ ഇപ്പം ഞാൻ കൃപാസനത്തിൽ വരാൻ തുടങ്ങി എന്നോട്ട് ഉടമ്പടി എടുക്കാൻ തുടങ്ങി അന്നോട്ട് രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഇതുമില്ലാതെ ഒരു മുടക്കമില്ലാതെ ഞാൻ ഒക്കെ ബൈബിളും വായിക്കും, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും. 7 വട്ടം എത്ര ചൊല്ലാനോ അത്രയും ഞാൻ ചൊല്ലിയിട്ട് 7 വട്ടം ഞാൻ ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ബൈബിൾ ഫുള്ളായിട്ട് മൊത്തം വായിക്കും. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വായിക്കും, വൈകിട്ടായാലും രാവിലെ ആയാലും എല്ലായ്പ്പോഴും ഞാൻ വായിക്കാറുണ്ട്. എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വഴി ഞാൻ നോക്കും.